നമ്മുടെ ആഗ്രഹങ്ങളെയും തുടർന്നുള്ള മണിക്കൂറുകളെയും ശുശ്രൂഷകളെയും ആരാധനകളെയും ഒക്കെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്കായി, ദൈവത്തിൻ്റെ കൃപയ്ക്കായി ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം 49-ാമത്തെ തിരുവചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജീവനുള്ള തിരുവചനം പ്രകാരം അരുളി ചെയ്യുന്നുണ്ട്. ഞാൻ നിന്റെ വീട്ടിൽ വന്നു കാല് കഴുകുവാൻ നീ എനിക്ക് വെള്ളം തന്നില്ല. ഇവൾ കണ്ണുനീരുകൊണ്ട് എൻ്റെ കാലുകൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. ഈശോ അവിടെ അരുളി ചെയ്ത ജീവന്റെ തിരുവചനമാണ്. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 49-ാമത്തെ തിരുവചനം. ഞാൻ നിന്റെ വീട്ടിൽ വന്നു എൻ്റെ കാലുകൾ കഴുകുവാൻ നീ എനിക്ക് വെള്ളം തന്നില്ല. ദൈവത്തിന്റെ ജീവനുള്ള തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ദൈവതമ്പുരാൻ അവിടുന്ന് അരുളി ചെയ്യുന്നുണ്ട്, ഞാൻ ദാഹിക്കുന്നവനായി നിന്റെ ഭവനത്തിൽ വന്നു, നീ കുടിപ്പാൻ എനിക്ക് വെള്ളം തന്നില്ല. അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, ഇവളോ കണ്ണുനീരുകൊണ്ട് എൻ്റെ കാലുകൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശു തമ്പുരാൻ അരുളി ചെയ്യുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിന്റെ സന്നദ്ധിയിൽ അഭയപ്പെടുന്നവൻ, അഭയം പ്രാപിക്കുന്നവൻ അവന്റെ കണ്ണുനീരുകൊണ്ട് അവന്റെ പാദങ്ങൾ കഴുകണം. അല്ലേ? അതാണ് യേശു ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്വരമുയർത്തി പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഒന്ന് കരയാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ കണ്ണുനീരുകൊണ്ട് അവന്റെ പാദങ്ങൾ കഴുകുവാൻ നമുക്ക് സാധിക്കും. യെശയ്യാവ് പറയുന്നുണ്ട്, പ്രാവിനെ പോലെ ഞാൻ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാവിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്, എപ്പോഴും അത് വിലാപത്തിന്റെ ശബ്ദം പുറപ്പെടുവിക്കുന്ന പക്ഷിയാണ്. അതിന്റെ കുറുകൽ എന്ന് പറയുന്നത് വിലാപത്തിന്റെ ശബ്ദമാണ് എന്ന് ജീവന്റെ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. എപ്പോഴും അതിന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കും, കണ്ണിന്റെ ചുറ്റിനും നനഞ്ഞിരിക്കും, അതെപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയാണ്. യെശയ്യാവ് പറയുന്നു, പ്രാവിനെ പോലെ ഞാൻ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, കരയുന്ന കുഞ്ഞിന് മാത്രമേ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ 4 മക്കളാണ്, അറിയാവല്ലേ? ഞാനും ചേട്ടനോട് രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്നു. അമ്മ അടുപ്പിൽ ചായ അനത്തിക്കൊണ്ടിരിക്കുക. ഞാനും ചേട്ടനും കയറി പാചകത്തേലിരുന്നു. നടന്ന സംഭവം കേട്ടോ, ചോദിച്ചാൽ മതി അമ്മാമ്മയോട്. ഞങ്ങളുടെ 2 പേരുടെ ആരുടെയോ കൈതട്ടി ചായ കമന്നുപോയി, തിളച്ച വെള്ളമാണ് കമന്നുപോയി. ഇത് വീണത് മുഴുവൻ എൻ്റെ ദേഹത്താണ്. ചേട്ടന്റെ ദേഹത്ത് അല്പമേ വീണുള്ളൂ. പക്ഷെ അവൻ നിലവിളിച്ചു കരഞ്ഞു. അവനെ എടുത്തുകൊണ്ട് എല്ലാവരും ഓടി. ദേഹത്തെല്ലാം വെള്ളവും കോരിയൊഴിച്ച് മരുന്നും തേച്ച് അവനെ നോക്കിയിട്ട് വന്നപ്പോഴത്തേന് എൻ്റെ ദേഹം മൊത്തം പൊള്ളി. ഞാനോ കരയാതെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മിണ്ടാതെ ആ ചൂടുവെള്ളത്തിനകത്ത് തന്നെ ഇരുന്നു.
പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്റെ ദേഹം മൊത്തം പൊള്ളി, കരഞ്ഞവന്റെ ദേഹം പൊള്ളിയോ? അവൻ കരഞ്ഞത് കൊണ്ടല്ലേ അവനെ എടുത്തോണ്ട് ഓടിയേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കരയുന്ന കുഞ്ഞിന് മാത്രമേ നമ്മൾ എന്ത് കൊടുക്കൂ? പാല് കൊടുക്കൂ. അതിന് ദാഹമാണെങ്കിൽ അല്ലെങ്കിൽ വിശപ്പാണെങ്കിൽ അത് നമ്മൾ കൊടുക്കത്തുള്ളൂ, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൂടാരത്തിൽ വരുന്നവൻ, ദൈവത്തിന്റെ ആലയത്തിൽ വരുന്നവൻ വിലാപത്തിന്റെ ശബ്ദം പുറപ്പെടുവിക്കുന്നവനായിരിക്കണം. അവൻ ഞരങ്ങുന്നവനായിരിക്കണം. അവൻ കരയുന്നവനായിരിക്കണം. കരയാൻ കഴിഞ്ഞെങ്കിലേ ആ കണ്ണുനീര് കൊണ്ട് കർത്താവിന്റെ പാദങ്ങൾ കഴുകുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 11-ാം അധ്യായം നമുക്കറിയാം. ലാസറിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് മാർത്ത ഓടിച്ചെന്ന് വാവിട്ട് കരഞ്ഞു. എന്താ പറഞ്ഞത്? കർത്താവേ, നീ എന്റെ ഭവനത്തിലുണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അല്പം നേരത്തെ എന്റെ ഭവനത്തിലേക്ക് വന്നിരുന്നുവെങ്കിൽ, എന്റെ ഭവനത്തിൽ നീ ഉണ്ടായിരുന്നുവെങ്കിൽ, എന്റെ സഹോദരൻ രോഗക്കിടക്കയിലായിരുന്നപ്പോൾ നീ ഒന്ന് വന്ന് കണ്ടിരുന്നുവെങ്കിൽ, എന്റെ ഭവനത്തിലേക്കൊന്ന് നീ വന്നിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അതാണ് അവൾ പറഞ്ഞത്. കരഞ്ഞുകൊണ്ട് ആ കണ്ണുനീരവന്റെ കാൽക്കൽ വീഴ്ത്തിക്കൊണ്ട് അവള് അവനോട് ഇപ്രകാരം അവളുടെ സങ്കടം പറഞ്ഞത്, അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ മുൻപിൽ നിന്ന് കരയുന്ന മാർത്തയ്ക്ക് ഇന്നലകളെ കുറിച്ചറിയാം, നാളുകളെ കുറിച്ചറിയാം. എന്നാൽ ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൾ കർത്താവിന്റെ മുൻപിൽ നിന്ന് വാവിട്ട് കരഞ്ഞത്. ഇന്നലകളിൽ നീ എന്റെ ഭവനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. നാളെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും അവൾക്കറിയാം. പക്ഷേ കല്ലറയ്ക്കുള്ളിൽ കിടക്കുന്നവന് ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് അവളോട് പറയുക, ഇന്ന് ലാസർ ഉയർത്തെഴുന്നേൽക്കും. നീ എന്ത് ചെയ്താൽ? വിശ്വസിച്ചാൽ. എന്ത് ചെയ്താൽ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ഇന്ന് നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇത് പറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണം അവളുടെ കണ്ണുനീരാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള മക്കളെ, ആ കണ്ണുനീരിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഈശോ പറഞ്ഞത്, മാർത്ത, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനേക്കാൾ വേദനകളുമായിട്ടല്ലേ, ഇതിനേക്കാൾ പ്രയാസങ്ങളുമായിട്ടല്ലേ, ഇതിനേക്കാൾ ആകുലതകളുമായിട്ടല്ലേ ഞാനും നീയും ഇന്ന് ഈ ആരാധനയിൽ വന്നിരിക്കുന്നത്? വേദനകൾ ഒരുപാടുണ്ട് നമ്മുടെ ജീവിതത്തിൽ. പറയാൻ കഴിയുന്നതും പറയാൻ കഴിയാത്തതുമായ ഒരുപാട് പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവില നമ്മൾ ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിതം പരാജയത്തിന്റെ വക്കില, ജീവിതം ആത്മഹത്യയുടെ വക്കില, ജീവിതം നാശത്തിന്റെ വക്കില. ഒരു വഴിയുമില്ല, വഴികളെല്ലാം അടഞ്ഞു, തുറക്കാനൊരു വാതിലുകളുമില്ല, എല്ലാം അടഞ്ഞുപോയി, ഇനിയും മുൻപോട്ടില്ല, എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട്, അല്ലേ? ഉണ്ടോ ഇല്ലയോ? ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്നലെ രാത്രി എനിക്ക് തോന്നുന്നു ഞാൻ ഏതാണ്ട് 4:30 മണിയായി ഉറങ്ങിയപ്പോൾ. 4:30 മണിക്ക് ഉറങ്ങിയ ഞാൻ 5:30 ആയപ്പോൾ എഴുന്നേൽക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തോ ഉറക്കം വന്നില്ല.
ഞാനിങ്ങനെ കിടന്നു, എഴുന്നേറ്റു, നടന്നു, വീണ്ടും കിടന്നു, എഴുന്നേറ്റു, ഉറങ്ങാൻ പറ്റുന്നില്ല. 4:30 സമയം നോക്കിയപ്പോൾ കറക്റ്റ് 4:30 കട്ടിൽ കിടക്കുമ്പോൾ. ഹല്ലേലൂയ. അവിടെ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത ഇതാണ്. എനിക്ക് പറയുന്നതിൽ ഒരു മടിയില്ല, ഒരു പ്രശ്നവുമില്ല, ഒരു പ്രയാസവുമില്ല. അവിടെ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത ഇതാണ്: എന്തിനാണ് ജീവിക്കുന്നത്? ഇതാണ് എൻ്റെ മനസ്സിലെ ചോദ്യം. അതിനിടയ്ക്ക് ഞാൻ പലതവണ ഡോറ് തുറന്ന് പുറത്തു നോക്കുമ്പോൾ മോള് തൊട്ടടുത്ത് സെറ്റി കിടപ്പുണ്ട്. അവൾ മുകളിൽ കയറി കട്ടിലിൽ കിടക്കാതെ സെറ്റിൽ തന്നെ കിടപ്പുണ്ട്. ഞാൻ നോക്കി. ഇതിൻ്റെ ഇടയ്ക്ക് പലതവണ ഞാൻ റൂമിന് പുറത്തിറങ്ങിയപ്പോഴും അവൾ ആ സെറ്റിൽ കിടപ്പുണ്ട്. അവിടെ എൻ്റെ ചിന്ത ഇതായിരുന്നു: എന്തിനാ ജീവിക്കുന്നത്? ഇതാണ് എൻ്റെ മനസ്സിൽ, എൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മന്ത്രിക്കുന്നത്. അത് കാരണം എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകുലതകൾ മനുഷ്യന്റെ ഉള്ളിൽ നിറയുമ്പോഴാണ് അവൻ പലതിനെ കുറിച്ചും ചിന്തിക്കുന്നത്, അല്ലേ? ഒറ്റ സെക്കൻഡ് കൊണ്ടാ പലപ്പോഴും പലരും ആത്മഹത്യയിലേക്ക് കടന്നു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന ചിന്തകളെ ഞാൻ അവിടെ പിടിച്ചമർത്തി. ഞാൻ ബൈബിൾ ഒന്നെടുത്തു, വായിച്ചു. പക്ഷെ എനിക്ക് സമാധാനമില്ല, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയുന്നില്ല, കിടക്കാൻ കഴിയുന്നില്ല. ഞാൻ നടക്കുന്നു 4:30 മണി വരെ. പ്രൈസ് ദി ലോർഡ്. കഷ്ടിച്ച് 1 മണിക്കൂർ കട്ടിൽ കിടന്നു. വീണ്ടും 5:30 ഞാൻ എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ മനുഷ്യരുടെ അവസ്ഥകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുക. എന്തു ചെയ്യണമെന്നറിയാതെ പ്രശ്നങ്ങൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട്, പ്രതികൂലങ്ങൾ കൊണ്ട് മുൻപോട്ട് ജീവിതത്തെ തള്ളി നീക്കുന്ന എത്രയോ വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെയാണ് ദൈവം തമ്പുരാൻ പറയുക: നിന്റെ ആകുലതകളെല്ലാം എന്നെ ഭരമേൽപ്പിക്ക്. നിനക്കൊന്ന് കരയാൻ കഴിഞ്ഞാൽ, ഒരു തുള്ളി കണ്ണുനീര് വീഴ്ത്താൻ കഴിഞ്ഞാൽ, അവിടെ എൻ്റെ സാന്നിധ്യമുണ്ട്, എൻ്റെ മറുപടിയുണ്ട് എന്നാണ് ദൈവം തമ്പുരാൻ പറയുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകുലതകൾ കൊണ്ട് നിറഞ്ഞ ഒരു ഹൃദയത്തിൽ നിന്നുകൊണ്ടാണ് മാർത്ത ഈശോയോട് സംസാരിക്കുക. ഞങ്ങൾ ഇനി എന്തു ചെയ്യും, അല്ലേ? എല്ലാം അവസാനിച്ചു, എല്ലാം ഞങ്ങളുടെ ആശ്രയം സഹോദരനായിരുന്നു എന്ന് പറയുന്ന മാർത്തയോടാണ് ഈശോ പറയുക: വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. എന്ന് സ്വരമീർത്തി പറഞ്ഞേ: ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകം അതിന്റെ 21-ാം അധ്യായം 17-ാമത്തെ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബേർശബ മരുഭൂമിയിൽ തന്റെ കുഞ്ഞിന്റെ മരണം കാണുവാൻ കഴിയാതെ തന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് ഒരു ചൂരച്ചെടിയുടെ അടുത്തുപോയി മറഞ്ഞിരുന്ന് കരയുന്ന ഹാഗാറിനെ ദൈവം വിളിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഹാഗാർ, നിന്റെ കുഞ്ഞിന്റെ കരച്ചിൽ എന്റെ കാതിൽ മുഴങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാഹം തീർക്കുവാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ, വിശപ്പടക്കുവാൻ ഒരു അപ്പക്കഷ്ണമില്ലാതെ തന്റെ കുഞ്ഞ് മരണത്തോട് മല്ലടിക്കുന്നത് കാണുമ്പോൾ, അതിന്റെ മരണം കാണുവാൻ കഴിയാതെ അതിനെ മരുഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോയി ഒരു ചൂരച്ചെടിയുടെ മറവിൽ ഇരുന്നു കൊണ്ട് കരയുന്ന ഹാഗാറിനെ യഹോവയാം ദൈവം വിളിച്ചിട്ട് പറഞ്ഞു: ഹാഗാറേ, എഴുന്നേറ്റ് നിന്റെ കുഞ്ഞിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോ. അതിന്റെ നിലവിളി, അതിന്റെ കരച്ചിൽ എന്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അല്ലേ? ഇതാണ് ദൈവം ഹാഗാറിനോട് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെയും നിന്റെയും കരച്ചിലുകൾക്ക് മറുപടിയുണ്ട്, കണ്ണുനീരിന് മറുപടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെശയ്യാവിന്റെ പുസ്തകം 28-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുക, യെശയ്യാവ് ആമോസിന്റെ പുത്രനായ യെശയ്യാവിലൂടെ യഹോവ അരുളി ചെയ്ത പ്രകാരം അവിടുന്ന് കടന്നു ചെന്നുകൊണ്ട് എസെക്കിയായോട് പറഞ്ഞു, നിന്റെ ആയുസ് തീർന്നു, നീ മരിക്കാൻ പോവാ. അല്ലേ? എസെക്കിയാ രാജാവിനോട് യെശയ്യാവ് എന്ന് പറഞ്ഞു, നിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു, നീ മരിക്കാൻ പോവാ. അതുകൊണ്ട് നിന്റെ ഭവനത്തിലെ കാര്യങ്ങള്, നിന്റെ രാജ്യത്തിന്റെ കാര്യങ്ങള് എല്ലാം നീ ക്രമപ്പെടുത്ത. അല്ലേ? എസെക്കിയാ എന്താ ചെയ്തത്? എസെക്കിയാ എന്താ ചെയ്തത്? താൻ കിടക്കുന്ന കട്ടിൽ കിടന്നുകൊണ്ട് ചുമരിനോട് മുഖം തിരിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞു. അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവയുടെ അരുളപ്പാടാണ്. ആമോസിന്റെ പുത്രനായ യെശയ്യാവിന്റെ നാവിലൂടെ യഹോവ അരുളി ചെയ്തതാണ്, നിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു, നീ മരിക്കാൻ പോവാ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിന്റെ കാര്യങ്ങൾ ക്രമപ്പെടുത്തണം, ചുമതലപ്പെട്ടവരെ നീ ഏൽപ്പിക്കണമെന്ന് ദൈവം അരുളി ചെയ്തു. കേട്ടമാറ് എസെക്കിയാ ചുമരിനോട് മുഖം തിരിച്ചു കിടന്ന് ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങി. നിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടു, നിന്റെ ആയുസ് തീർന്നു എന്ന് പറഞ്ഞ നാവ് കൊണ്ട് തന്നെ ദൈവം പറഞ്ഞു, നീ 15 വർഷം കൂടെ ജീവിക്കും. ആയുസ്സിന്റെ നീളത്തെ കൂട്ടുവാൻ അവന്റെ കണ്ണുനീരിന് കഴിഞ്ഞുവെന്നാണ് വചനം പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകം എത്രമാത്രം വളർന്നിട്ടുണ്ട്, വൈദ്യശാസ്ത്രം എത്രമാത്രം വളർന്നിട്ടുണ്ട്, ഏതെല്ലാം മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ നിന്റെ ആയുസ്സിനെ ഒരു മുഴം നീട്ടാൻ, ഒരു 10 മിനിറ്റ് പിടിച്ചു നിർത്താൻ ഈ ലോകത്തിനോ ലോകത്തിന്റെ വൈദ്യശാസ്ത്രത്തിനോ കഴിയുമോ? 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം അത്രമാത്രം വളർച്ചയുടെ കൊടുമുടിയില്ല, കണ്ടുപിടിക്കാത്തതൊന്നുമില്ല. എന്നാൽ നിന്റെ ആയുസ്സിനെ നീട്ടിത്തരാൻ എന്തെങ്കിലും ഈ ലോകം കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുന്നു, എസെക്കിയായുടെ കണ്ണുനീര് കണ്ടപ്പോൾ അവന്റെ ആയുസ്സിനെ 15 വർഷം കൂടെ ദൈവം നീട്ടി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ അടുത്ത സമയത്ത് പത്രത്തിൽ ഉണ്ടായിരുന്നു, യോഗ എന്ന് പറയുന്നത് നമുക്കറിയാം. യോഗ കണ്ടുപിടിച്ചത് മനുഷ്യൻ ആയുസ്സിന്റെ നീളം കൂടാൻ വേണ്ടിയാണ്. പക്ഷെ അത് കണ്ടുപിടിച്ചവൻ ഈ അടുത്ത സമയത്ത് മരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഗ ചെയ്യുന്നത് മനുഷ്യന്റെ ആരോഗ്യത്തെ നിലനിർത്തുവാനും അവന്റെ ആയുസ്സിന്റെ നീളം കൂട്ടുവാനുമാ. എന്നാൽ അത് കണ്ടുപിടിച്ചവൻ ഈ അടുത്ത സമയത്ത് മരിച്ചു. അവൻ എന്തുകൊണ്ട് പറ്റിയില്ല അവന്റെ ആയുസ്സിനെ നീട്ടിപ്പിടിക്കാൻ? അവൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല അവന്റെ ആയുസ്സിനെ 10 വർഷം കൂടെ നീട്ടാൻ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരേ ഒരു ശക്തിക്ക് മാത്രമേ കഴിയൂ നിന്റെ ആയുസ്സിനെ നീട്ടാൻ, അത് നിന്റെ കണ്ണുനീരാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒന്ന് സ്വരമുയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ ജീവിത പ്രശ്നങ്ങൾ മാറണമെങ്കിൽ, നിന്റെ പ്രതികൂലങ്ങൾ മാറണമെങ്കിൽ, നിന്റെ പ്രതിസന്ധികൾ മാറണമെങ്കിൽ, നിന്റെ രോഗങ്ങൾ മാറണമെങ്കിൽ, അതിന് നിന്റെ കണ്ണുനീര് ദൈവത്തിന്റെ മുൻപിൽ വീഴണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോനായുടെ പുസ്തകം 2-ാം അധ്യായം 27-ാമത്തെ തിരുവചനത്തിൽ യോന പറയുന്നത്, എന്റെ കഷ്ടതയുടെ ദിനങ്ങളിൽ ഞാൻ എന്റെ കർത്താവിനോട് നിലവിളിച്ചു, അവിടുന്ന് എന്റെ നിലവിളി കർത്താവ് കേട്ടു. യോനായുടെ പുസ്തകം 2:27. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കഷ്ടതയുടെ ദിവസങ്ങളിൽ, എന്റെ കഷ്ടതയുടെ ദിനങ്ങളിൽ ഞാൻ എന്റെ കർത്താവിനോട് നിലവിളിച്ചു, അവിടുന്ന് എന്റെ നിലവിളി കേട്ടു. പ്രൈസ് ദി ലോർഡ്. പുറപ്പാടിന്റെ പുസ്തകം നോക്ക്, 3:9. മോശയെ വിളിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, ഇസ്രായേലിന്റെ നിലവിളി എന്റെ കാതുകളിൽ മുഴങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം വായിക്കുമ്പോൾ 46 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്ധനായ ഒരു മനുഷ്യൻ വഴിയരികിൽ നിന്നുകൊണ്ട് നിലവിളിച്ചപ്പോൾ ആ നിലവിളി കേട്ടുകൊണ്ട് അതിനെ മറികടന്നു പോകാതെ ഈശോ അവിടെ നിന്നു എന്നാണ് വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജന്മന അന്ധനായ ഒരു മനുഷ്യൻ, ലോകത്തിന്റെ ഭംഗി ആസ്വദിക്കാത്തവൻ, ലോകത്തിന്റെ സൗന്ദര്യത്തെ കാണാൻ കഴിയാത്തവൻ, മറ്റുള്ളവന്റെ സൗന്ദര്യം കാണാൻ കഴിയാത്തവൻ, ഈ ലോകം എങ്ങനെയുണ്ടെന്ന് തിരിച്ചറിവില്ലാത്തവൻ, പ്രിയമുള്ള മക്കളെ, എന്നും ഇരുട്ട് മാത്രമുള്ളവൻ വഴിയരികിൽ നിന്നുകൊണ്ട് നിലവിളിച്ചപ്പോൾ ഈശോ ആ നിലവിളിയെ മറികടന്നു പോകാതെ അവിടെ നിന്നു. അല്ലേ? മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 10:46 മുതലുള്ള തിരുവചനങ്ങളിലുള്ളതാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുവഴി പോയവരെല്ലാം അവനോട് പറഞ്ഞു, നിശബ്ദനായിരിക്കുവാൻ, മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. എന്നും രാവിലെ മറ്റാരെങ്കിലും പിടിച്ചു കൊണ്ടുവന്ന് ആ വഴിയിലിരുത്തും. വൈകുന്നേരമാകുമ്പോൾ അവനെ അവിടുന്ന് പിടിച്ച് വീട്ടിൽ കൊണ്ടുപോകും. ഇതായിരുന്നു അവന്റെ ജീവിതം എന്ന് പറയുന്നത്. എന്നും ഇരുട്ടു മാത്രം, ലക്ഷ്യങ്ങളില്ലാത്ത മനുഷ്യൻ, ജീവിതം മുന്നോട്ടെങ്ങനെ പോകുമെന്ന് തിരിച്ചറിവില്ലാത്തവൻ, അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഈശോയാണ് പോകുന്നതെന്ന് കേൾക്കുമ്പോൾ അവൻ അവിടുന്ന് കൊണ്ട് നിലവിളിക്കുമ്പോൾ ഈശോ പറഞ്ഞു, അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, അവനെ വിളിച്ചു കൊണ്ടുവാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, നീ ഒന്ന് നിലവിളിച്ചാൽ, നീ ഒന്ന് കരഞ്ഞാൽ അതിനെ മറികടന്ന് കർത്താവ് ഒരിക്കലും പോകില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ നിലവിളി കേൾക്കുന്നതും എന്റെ ശബ്ദത്തിന് മറുപടി നൽകുന്നതും എന്റെ കണ്ണുനീര് കാണുന്നതും എന്നെ തൊടുന്നതും എന്റെ അടുത്തേക്ക് വരുന്നതും ഞാൻ വിളിച്ചാൽ വിളിപ്പുറത്തോടിയെത്തുന്നതും എന്റെ കർത്താവിന് ജീവനുള്ളത് കൊണ്ടാ. എന്തുള്ളത് കൊണ്ടാ? ജീവനുള്ളത് കൊണ്ടാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് നമ്മുടെ കർത്താവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതും അത് തന്നെയാ. അവന് തൊടാൻ കഴിയും, അവന് ഓടി വരാൻ കഴിയും, അവന് സംസാരിക്കാൻ കഴിയും. ഹല്ലേലൂയ. 118-ാം സങ്കീർത്തനം വീട്ടിൽ പോയി വായിച്ചു നോക്കണം. അതിനകത്ത് പറയുന്നില്ലേ, കാഴ്ച കൊണ്ട് കാണുന്നില്ല, കാതുണ്ട് കേൾക്കുന്നില്ല, നാവുണ്ട് സംസാരിക്കുന്നില്ല, കൈയുണ്ട് തൊടുന്നില്ല, കാലുണ്ട് നടക്കുന്നില്ല, അവയെ ഉണ്ടാക്കുന്ന മനുഷ്യരും അവയുടെ പിന്നാലെ പോകുന്നവരും അവയെ പോലെയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവയ്ക്ക് കണ്ണുണ്ട്, അവ കാണുന്നില്ല. അവയ്ക്ക് കാതുണ്ട്, അവ കേൾക്കുന്നില്ല. അവയ്ക്ക് നാവുണ്ട്, അവ സംസാരിക്കുന്നില്ല. അവയ്ക്ക് കരങ്ങളുണ്ട്, ആ കരങ്ങൾ കൊണ്ട് അവ തൊടുന്നില്ല. അവയ്ക്ക് കാലുണ്ട്, അതുകൊണ്ട് നടക്കുന്നില്ല. വെച്ചെടുത്ത് തന്നെ ഇരിക്കുന്നവയെ ഉണ്ടാക്കുന്നവരും അവയെ ആരാധിക്കുന്നവരും അവയെ പോലെയാണ് എന്നാണ് സങ്കീർത്തകൻ പറയുക. ഞാൻ ആരാധിക്കുന്നവന് കണ്ണുണ്ട്, അവന് കാണാൻ കഴിയും. ഞാൻ ആരാധിക്കുന്നവന് കാതുണ്ട്, അവന് കേൾക്കാൻ കഴിയും. ഞാൻ ആരാധിക്കുന്നവന് നാവുണ്ട്, അവന് സംസാരിക്കാൻ കഴിയും. ഞാൻ ആരാധിക്കുന്നവന് കൈയുണ്ട്, അവന് തൊടാൻ കഴിയും. ഞാൻ ആരാധിക്കുന്നവന് കാലുണ്ട്, അവൻ ഓടി എന്റെ അടുത്ത് വരാൻ കഴിയും. അതാണ് എന്റെ കർത്താവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവന് ജീവനുണ്ട്. ആണോ? ജീവനുള്ള ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് നീ കരയാൻ പറയുന്നത്, അതുകൊണ്ടാണ് നീ നിലവിളിക്കാൻ പറയുന്നത്, അതുകൊണ്ടാണ് നിന്റെ കൈ ഉയർത്താൻ പറയുന്നത്, അതുകൊണ്ടാണ് നീ കരമടിക്കാൻ പറയുന്നത്, അതുകൊണ്ടാണ് നീ സ്തുതിക്കാൻ പറയുന്നത്, അതുകൊണ്ടാണ് നീ തട്ടഹസിച്ച് ദൈവത്തെ ആരാധിക്കാൻ പറയുന്നത്. അതുകൊണ്ട് അവന് കാണാനും കേൾക്കാനും അറിയാനും സംസാരിക്കാനും തൊടാനും ഓടി വരാനും കഴിയുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്വരമീർത്തി പറഞ്ഞു പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ള മക്കളെ, ഇന്ന് ദൈവത്തിന്റെ കൂടാരത്തിലായിരിക്കുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മളോട് ചോദിച്ച ഒരേ ചോദ്യം ഇതാണ്: ഞാൻ നിന്റെ അടുത്ത് എത്രയോ തവണ വന്നു, പക്ഷെ നീ എന്റെ കാല് കഴുകിയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ,
എന്നാൽ ഇവളോ അവൾ കണ്ണുനീര് കൊണ്ട് എന്റെ പാദങ്ങൾ കഴുകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ള മക്കളെ, രണ്ടാമത് ഈശോ പറഞ്ഞത് അവിടെ എന്താ? അവൾ തലമുടി കൊണ്ട് തുടച്ച് എന്റെ പാദങ്ങൾ ചുംബിച്ചു. ഇതാണ് ഈശോ പറഞ്ഞത് അല്ലെ? ചുംബനം എന്ന് പറയുന്നത് വാത്സല്യത്തിൻ്റെതാ, സ്നേഹത്തിൻ്റെതാ അല്ലെ? കെട്ടിപ്പിടിക്കുന്നത് പറയുന്നത്, ചുംബിക്കുന്നത് പറയുന്നത് സ്നേഹത്തിന്റെ അടയാളമാ, വാത്സല്യത്തിന്റെ അടയാളമാ. അമ്മ തന്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്നത് വാത്സല്യത്തിന്റെ അടയാളമാ. ഭർത്താവ് ഭാര്യയെ ചുംബിക്കുന്നത് സ്നേഹത്തിന്റെ അടയാളമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, അവൾ എന്റെ പാദങ്ങളെ ചുംബിച്ചു അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹിക്കാൻ കഴിയണം. സ്നേഹത്തിൽ കർത്താവിനെ വാരിപ്പുണരാൻ, കെട്ടിപ്പിടിക്കാൻ, ചുംബിക്കാൻ എനിക്കും നിനക്കും കഴിയണം. അതിനുള്ള സ്വാതന്ത്ര്യം ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പാദങ്ങളെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുവാൻ, ആ മുഖത്ത് ചുംബനം കൊടുക്കുവാൻ, ആ നെറ്റിയിൽ ചുംബനം കൊടുക്കുവാൻ, കർത്താവിനെ കെട്ടിപ്പിടിക്കാനുള്ള അവകാശവും അനുവാദവും നമുക്കുണ്ട്. ദൈവം നമുക്കത് തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അപ്പനാണ്. ഒരപ്പനെ എങ്ങനെയാ കെട്ടിപ്പിടിക്കുന്നത്? സ്നേഹം കൊണ്ടല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ അപ്പനാണ്. അപ്പനെ കെട്ടിപ്പിടിക്കുന്നതിന് എന്തെങ്കിലും പരാതി പറയാനുണ്ടോ? അപ്പന് ഉമ്മ കൊടുക്കുന്നതിന് എന്തെങ്കിലും പരാതി പറയാറുണ്ടോ? ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരപ്പന്റെ സ്നേഹമാത് നമുക്ക് അവൻ പകർന്നു തരുന്നത്. ആ സ്നേഹത്തിന്റെ മറുവിലയായി ആ ചുംബനം കൊടുക്കാൻ നമുക്ക് കഴിയണം. അവന്റെ പാദങ്ങളിൽ, അവന്റെ ദേഹത്ത്, അവന്റെ കവിളിൽ, അവന്റെ നെറ്റിയിൽ ചുംബിക്കുവാൻ, ഒരു പിതാവിനെ ചുംബിക്കുന്നത് പോലെ ചുംബിക്കുവാൻ നമുക്ക് കഴിയണം. അതുപോലെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 30 വെള്ളിക്കാശിന് യൂദാസ് ചുംബിച്ച ചുംബനമല്ല. ആണോ? അത് സ്നേഹത്തിന്റെ ചുംബനമായിരുന്നോ? അല്ല. അവനത് കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ചുംബനമായിരുന്നു അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരപ്പനോടുള്ള സ്നേഹത്തിന്റെ ചുംബനം കൊടുക്കുവാൻ നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് അവൻ പറഞ്ഞത് ദൈവം സ്നേഹമാണ്. യോഹന്നാൻ അവിടുന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ദൈവം സ്നേഹമാണ്. തന്റെ വാത്സല്യ ശിഷ്യനായിരുന്ന യോഹന്നാന ആ സ്നേഹം രുചിച്ചറിഞ്ഞവനാ തന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയത് ദൈവം സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവൻ അവസാന നിമിഷം തന്റെ അമ്മയെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അവിടുന്ന് പിടിച്ചുകൊണ്ടുപോയവൻ, ആ സ്നേഹത്തെ രുചിച്ചറിഞ്ഞവൻ തന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി, മക്കളെ, ദൈവം സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹൃദയം തുറന്നവനെ സ്നേഹിക്കുവാൻ ഈശോ പറഞ്ഞു. എങ്ങനെയാ സ്നേഹിക്കേണ്ടത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങള് പരസ്പരം സ്നേഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈശോ എങ്ങനെയാ സ്നേഹിച്ചത്? ഈശോ എങ്ങനെയാ സ്നേഹിച്ചേ? തന്റെ ജീവൻ തന്ന അല്ലേ? ജീവൻ കളഞ്ഞ നമ്മളെ സ്നേഹിച്ചേ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവൻ കളഞ്ഞുള്ള സ്നേഹം.
ചെന്നായി വരുമ്പോൾ തന്റെ ആടുകളെ ഇട്ടിട്ടു പോകാതെ ജീവൻ പോകുവോളം പൊരുതി നിൽക്കുന്ന നല്ല ഇടയൻ. അതാണ് ഈശോയെ കുറിച്ച് ബൈബിൾ പറയുക. Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാന തുള്ളി രക്തം തീരുന്നത് വരെയും ചെന്നായ്ക്കളോട്, കള്ളന്മാരോട് പൊരുതി തന്റെ ആടുകളെ സംരക്ഷിക്കുന്ന നല്ല ഇടയനാണ് ഈശോ എന്നാണ് വചനത്തിൽ അവനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. Praise the Lord. ഹല്ലേലൂയ. കണ്ണുനീര് കൊണ്ട് അവന്റെ പാദങ്ങൾ കഴുകുവാനും ആ പാദങ്ങൾ തുടച്ച് അവന്റെ പാദങ്ങളിൽ ചുംബിക്കുവാനും നമുക്ക് കഴിയണം. ഹല്ലേലൂയ. എന്നാൽ നീ ഒരു പുതിയ മനുഷ്യനാ, ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാ, ഒരു അത്ഭുത സാക്ഷ്യത്തിന്റെ ഉടമയാ നീ. Praise the Lord. Praise the Lord. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.